നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൊടുപുഴ ചീനിക്കുഴി കൂട്ടക്കൊലക്കേസിൽ പ്രതി ഹമീദിന് വധശിക്ഷ. തൊടുപുഴ മുട്ടം അഡീഷണൽ സെഷൻസ് കോടതിയാണ് പ്രതിക്ക് വധശിക്ഷ വിധിച്ചത്. സ്വത്ത് തർക്കത്തെ തുടർന്ന് മകനെയും ഭാര്യയെയും 2 മക്കളെയുമാണ് ഇയാൾ ചുട്ടുകൊന്നത്. KSRTC ഓപ്പറേറ്റിംഗ് സെന്റർ എരുമേലിയിൽ നിന്ന് മാറ്റി സ്ഥാപിക്കുമെന്ന പ്രചാരണം വ്യാജമാണെന്ന് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA കത്ത് നൽകി KSRTCക്ക് വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട മുറികൾ ദേവസ്വം ബോർഡ് ലേലം ചെയ്തു കൊടുത്തു. ചങ്ങനാശ്ശേരി റവന്യൂ ടവറിലെ 3 ലിഫ്റ്റുകളിൽ 2 പ്രവർത്തനരഹിതമായിട്ട് 2 വർഷം. പ്രവർത്തിക്കുന്ന ഒരെണ്ണത്തിൽ ആളുകൾ കുടുങ്ങുന്നത് പതിവ് സംഭവം. റവന്യൂ ടവർ ഉടൻ നവീകരിക്കുമെന്നും MLA അടക്കം പറയുന്നുണ്ടെങ്കിലും നടപടികൾ മുന്നോട്ട് പോയിട്ടില്ലെന്ന് പൊതുജനങ്ങൾ. തൊടുപുഴ ചീനിക്കുഴി കൂട്ടക്കൊലക്കേസിൽ പ്രതി 74-കാരൻ ഹമീദിന് വധശിക്ഷ. തൊടുപുഴ മുട്ടം അഡീഷണൽ സെഷൻസ് കോടതിയാണ് പ്രതിക്ക് വധശിക്ഷ വിധിച്ചത്. സ്വത്ത് തർക്കത്തെ തുടർന്ന് മകനെയും ഭാര്യയെയും 2 മക്കളെയുമാണ് ഇയാൾ ചുട്ടുകൊന്നത്. പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. 2022 മാർച്ച് 19-നായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. മകൻ മുഹമ്മദ് ഫൈസൽ, ഭാര്യ ഷീബ, മക്കളായ മെഹ്റിൻ, ആസ്ന എന്നിവരെയാണ് ഹമീദ് കൊലപ്പെടുത്തിയത്. മകനും കുടുംബവും ഉറങ്ങിക്കിടന്ന മുറിയിലേക്ക് അർദ്ധരാത്രി ഹമീദ് ജനലിലൂടെ പെട്രോൾ നിറച്ച കുപ്പിയെറിഞ്ഞ് തീ കൊളുത്തി കൊലപ്പെടുത്തിയെന്നാണ് കേസ്. രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗങ്ങളും അടച്ചാണ് ഹമീദ് കൃത്യം ആസൂത്രണം ചെയ്തത്. നിലവിളിയും പൊട്ടിത്തെറി ശബ്ദവും കേട്ട് ഓടിയെത്തിയ അയൽവാസികൾക്ക് അകത്തേക്ക് കടക്കാനായില്ല. 4 പേരും മുറിക്കുള്ളിൽ വെന്തു മരിക്കുകയായിരുന്നു. KSRTC ഓപ്പറേറ്റിംഗ് സെന്റർ എരുമേലിയിൽ നിന്നും മാറ്റി സ്ഥാപിക്കുമെന്ന പ്രചാരണം വ്യാജമാണെന്ന് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA. അതേസമയം MLA കത്ത് നൽകി KSRTCക്ക് വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട മുറികൾ ദേവസ്വം ബോർഡ് ലേലം ചെയ്തു കൊടുത്തു. അപകടത്തിലായ ഓപ്പറേറ്റിംഗ് സെന്റർ തൊട്ടടുത്ത ദേവസ്വം ബോർഡിൻ്റെ 2 മുറികളിലേക്ക് മാറ്റി സെന്റർ നിലനിർത്താനാണ് MLA ദേവസ്വം ബോർഡിന് കത്ത് നൽകിയിരുന്നത്. എന്നാൽ MLAക്ക് മറുപടി നൽകാതെയാണ് ലേലം ചെയ്തത്. ഇത് സംബന്ധിച്ച് ദേവസ്വം ഗതാഗത മന്ത്രിമാരുമായി സംസാരിക്കുമെന്ന് MLA പറഞ്ഞു. അതേസമയം ദേവസ്വം ബോർഡ് മുറികൾ നൽകാതെ ലേലം ചെയ്തത് കണക്കിലെടുത്ത് സെന്റർ എരുമേലിയിൽ നിന്ന് അനുയോജ്യമായ മറ്റ് ഡിപ്പോകളിൽ എവിടെയെങ്കിലും മാറ്റി സ്ഥാപിക്കണമെന്നും പൊൻകുന്നം ATO K അനിൽകുമാർ വകുപ്പിൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഇത് പ്രകാരം നടപടിയായാൽ എരുമേലിയിലെ KSRTC സെന്റർ അടച്ചുപൂട്ടേണ്ടി വരും. ഇതിനെതിരെ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് ജീവനക്കാർ. വിവിധ സംഘടനകൾ അടുത്ത ദിവസം മുതൽ സമരം ആരംഭിക്കാനുള്ള നീക്കത്തിലാണ്. ഓപ്പറേറ്റിംഗ് സെന്ററിലെ ടിക്കറ്റ് ആൻഡ് കളക്ഷൻ ബ്ലോക്കും ഇതിനോട് ചേർന്നുള്ള ശുചിമുറി ബ്ലോക്കും അടിത്തറ തകർന്ന അപകടാവസ്ഥയിലാണ്. അതേസമയം സെന്ററിൻ്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് സ്വകാര്യ വ്യക്തിക്ക് അനുകൂലമായ കോടതി വിധിയുണ്ടായിരുന്നു. 3 മാസത്തിനകം സെന്റർ ഒഴിഞ്ഞ് സ്വകാര്യ വ്യക്തിക്ക് നൽകാനായിരുന്നു വിധി. ഇതിനെതിരെ അപ്പീൽ സമർപ്പിച്ചിരിക്കുകയാണ് KSRTC. ഇതിനിടെയാണ് ദേവസ്വം ബോർഡിന് കത്ത് നൽകിയിട്ടും അവഗണിച്ചുകൊണ്ട് KSRTCക്ക് നൽകാതെ മുറികൾ ലേലം ചെയ്തത്. കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് എരുമേലി KSRTC ഓപ്പറേറ്റിംഗ് സെന്റർ 2.25 കോടി രൂപയുടെ വരുമാനം നേടിയിരുന്നു. നിലവിൽ ലാഭകരമായി പ്രവർത്തിക്കുന്ന ഓപ്പറേറ്റിംഗ് സെന്ററിൽ 28 ബസ്സുകളും 25 സർവീസുകളുമാണ് പ്രതിദിനം നടത്തുന്നത്. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് അധികമായി 25 ബസ്സുകൾ കൂടിയാണ് പമ്പ സർവീസ് നടത്തുന്നത്. 140 ജീവനക്കാരാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. ദൃശ്യ ന്യൂസ്, എരുമേലി. ചങ്ങനാശ്ശേരി റവന്യൂ ടവറിലെ 3 ലിഫ്റ്റുകളിൽ 2 പ്രവർത്തനരഹിതമായിട്ട് 2 വർഷം. പ്രവർത്തിക്കുന്ന ഒരെണ്ണത്തിലാകട്ടെ ആളുകൾ കുടുങ്ങുന്നത് പതിവായി. റവന്യൂ ടവർ ഉടൻ നവീകരിക്കും, ലിഫ്റ്റുകൾ നന്നാക്കും, ഓപ്പറേറ്റർമാരെ നിയമിക്കും എന്നൊക്കെ MLA അടക്കം പറയുന്നുണ്ടെങ്കിലും നടപടികൾ മുന്നോട്ട് പോയിട്ടില്ല. റവന്യൂ ടവറിൽ എത്തുന്നവർ വിവിധ നിലകളിലേക്ക് നടന്നു കയറുന്നതാകും നല്ലത്. 3 ലിഫ്റ്റുകളിൽ 2 ലിഫ്റ്റുകൾ പ്രവർത്തനരഹിതമായിട്ട് 2 വർഷമായി. പ്രവർത്തിക്കുന്ന ഒരു ലിഫ്റ്റിൽ കയറിയാൽ കുടുങ്ങുമെന്നുറപ്പ്. ലിഫ്റ്റിൽ കുടുങ്ങി ശ്വാസം മുട്ടി നിലവിളിച്ചിട്ട് കാര്യമില്ല. ഫയർഫോഴ്സ് എത്തിയാലും കുടുങ്ങിയവരെ രക്ഷപ്പെടുത്താൻ സാധ്യമല്ലാത്ത വിധം തകർന്നവയാണ് ഇവിടുത്തെ ലിഫ്റ്റുകൾ. കഴിഞ്ഞ ദിവസങ്ങളിലും ഇവിടുത്തെ ലിഫ്റ്റിൽ കയറിയവർ കുടുങ്ങി. ലിഫ്റ്റിൽ 7 പേർക്ക് കയറാമെന്ന് എഴുതി വച്ചിട്ടുണ്ട്. 4 പേരിൽ കൂടുതൽ കയറിയാൽ കയറുന്നവർ പെട്ടതുതന്നെ. ലിഫ്റ്റ് ഇടയ്ക്ക് നിൽക്കും, പിന്നെ എങ്ങനെയെങ്കിലും വാതിൽ തുറന്ന് പുറത്തിറങ്ങുകയേ രക്ഷയുള്ളൂ. ലിഫ്റ്റ് ഓപ്പറേറ്റർമാർ ഇല്ലാത്തത് കുടുങ്ങുന്നവരെ ഭയത്തിലാക്കും. റവന്യൂ ടവറിൽ 50ഓളം സർക്കാർ സ്ഥാപനങ്ങളും അതിലധികം സ്വകാര്യ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്.
ഹൗസിംഗ് ബോർഡിൻ്റെ നിയന്ത്രണത്തിലാണ് ഇതെങ്കിലും വാടക കുടിശ്ശിക തന്നെ കോടിക്കണക്കിനാണ്. ഇതുതന്നെയാണ് ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾ മുടങ്ങുന്നതിൻ്റെ പ്രധാന കാരണവും. ടവറിൻ്റെ ഫയർ ആൻഡ് സേഫ്റ്റി സംവിധാനങ്ങളും സുരക്ഷിതമല്ല. ശുചീകരണം നടക്കാത്തതുമൂലം ടവറും പരിസരങ്ങളും കാടുകയറി മാലിന്യപൂരിതമാണ്. മോട്ടോർ വാഹന വകുപ്പ് പിടികൂടിയ വാഹനങ്ങൾ ടവർ പരിസരത്ത് തുരുമ്പടിച്ച് കുന്നുകൂടി കിടക്കുകയാണ്. രാത്രിയായാൽ ടവർ പരിസരം മദ്യപാനികളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും താവളമാണ്. ടവറിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ 36 കിലോവാട്ട് സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അംഗീകാരം ലഭിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ ആദ്യമായി ഏറ്റുമാനൂർ ക്ഷേത്രത്തിലാണ് സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നത്. ഒരു ദിവസം 120 യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ സാധിക്കുന്ന ഈ പ്രോജക്റ്റ് വഴി ലക്ഷക്കണക്കിന് വരുന്ന വൈദ്യുതി ചാർജിൽ ഗണ്യമായ കുറവാണ് വരുന്നത്. ക്ഷേത്ര ഉപദേശ സമിതിയുടെ അപേക്ഷയിൽ സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ്റെ ഇടപെടൽ മൂലമാണ് സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് വഴിതെളിഞ്ഞത്. ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലത്തിലെ 4ാമത് സമ്പൂർണ്ണ നെൽ കർഷക സമ്മേളനം ചങ്ങനാശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്നു. അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വിവിധ പാടശേഖരങ്ങളിൽ നേരിടുന്ന വിഷയങ്ങളും നെൽ കർഷകരുടെ പ്രശ്നങ്ങളും സമ്മേളനം ചർച്ച ചെയ്തു. കൃഷി വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർമാരായ A. കവിത, K. ഗൗരി, വിവിധ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റിയിലെയും കൃഷി ഓഫീസർമാർ, വിവിധ പാടശേഖരങ്ങളിലെ പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിശോധിക്കാനും പരിഹരിക്കാനും കൃഷി ഓഫീസർമാർക്കും അസിസ്റ്റന്റ് ഡയറക്ടർമാർക്കും MLA നിർദ്ദേശം നൽകി. തൊട്ട് മുമ്പ് പാടം ഒഴുകുന്ന സമയത്ത് നമ്മൾ കർഷക സംഘടനകളുടെ കർഷക സമിതികളിലെ കൺവീനർമാരെയും സെക്രട്ടറിമാരെയും വിളിച്ചു വരുത്തി നമ്മുടെ ഓരോ പഞ്ചായത്തിലെയും കൃഷിയിടങ്ങളിലെ ഒഴുക്കുകൾ എവിടം വരെയായെന്ന് അന്വേഷിക്കുകയും എവിടെയെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ആ പോരായ്മ ബന്ധപ്പെട്ട കൃഷി ഓഫീസർമാർ അത് കുറിച്ചെടുത്തുകൊണ്ട് അതിന് പരിഹാരം ഉണ്ടാക്കാനുള്ള നടപടികളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം ജോസഫ് കുട്ടി ഉൾപ്പെടെ 2 പ്രാവശ്യം ബന്ധപ്പെട്ട പറഞ്ഞ കാര്യമാണ് അവരുടെ വിദ്യാലയ പാടത്തിൽ മോട്ടറില്ലാത്ത വെള്ളം എഴുതുന്നില്ല. ഇലക്ട്രിസിറ്റിക്കാർ അതിന് ആവശ്യമായിട്ടുള്ള നിയമനത്തിൽ കൊടുക്കുന്നില്ല. ഞാൻ പറഞ്ഞു നിങ്ങളുടെ പാടശേഖര സമിതിയുടെ ഒരു ലെറ്റർപാടിൽ ഈ കാര്യം കാണിച്ചുകൊണ്ട് ഒരു ലെറ്റർ തരാൻ പറഞ്ഞു. ആ ലെറ്റർ എന്നെ കൊണ്ട് തന്നു. ഞാനത് നമ്മുടെ പ്രിയപ്പെട്ട വൈദ്യുതി വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി ശ്രീ K. കൃഷ്ണൻകുട്ടി അവർക്ക് നൽകി. അദ്ദേഹം അവർക്ക് ഓർഡർ ഇട്ടു. തിരുവല്ല എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ് അദ്ദേഹം. 3-4 വട്ടം അവരുടെ പാടശേഖരത്തിൽ സന്ദർശിച്ചു. അവരെ അവിടെ ആവശ്യമായിട്ടുള്ള സംവിധാനമെല്ലാം ചെയ്തു. അപ്പൊ എന്നെ വിളിച്ചറിയിച്ചു. റബ്ബർ സബ്സിഡി 250 രൂപയായി ഉയർത്തിയാലും കർഷകർക്ക് ഗുണകരമാവില്ല. നിലവിൽ ഷീറ്റ് തയ്യാറാക്കുന്നവർക്ക് മാത്രമാണ് സബ്സിഡിയുടെ നേട്ടം. സംസ്ഥാനത്തെ 60% റബ്ബർ കർഷകരും ലാറ്റക്സും റബ്ബർ ചണ്ടിയുമാണ് ആയിട്ടാണ് റബ്ബർ വിൽക്കുന്നത്. ലാറ്റക്സിനും റബ്ബർ ചണ്ടിക്കും സബ്സിഡി പ്രഖ്യാപിച്ചാൽ മാത്രമേ ഭൂരിപക്ഷം കർഷകർക്കും നേട്ടമാകൂ. നെല്ല് സംഭരണ വില കിലോയ്ക്ക് 30 രൂപയാക്കിയതും റബ്ബർ താങ്ങുവില 180 രൂപയിൽ നിന്ന് 200 രൂപയായി ഉയർത്തിയതും കർഷകരെ കയ്യിലെടുക്കുവാനാണ് ശ്രമം. റബ്ബർ താങ്ങുവില കിലോയ്ക്ക് 250 രൂപയാക്കുമെന്ന് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ച സർക്കാർ ഇതിനോടകം വർദ്ധിപ്പിച്ചത് കിലോയ്ക്ക് 10 രൂപ മാത്രമാണ്. 3 മാസമായി റബ്ബറിൻ്റെ ശരാശരി വില 180 രൂപയാണ്. ആ നിലയിൽ നിലവിലെ ബജറ്റിൽ താങ്ങുവില 200 രൂപയായി പ്രഖ്യാപിച്ച് ഏപ്രിലിൽ നടപ്പാക്കിയിരുന്നുവെങ്കിൽ കർഷകർക്ക് ആശ്വാസകരമാകുമായിരുന്നു. കഴിഞ്ഞ 2 വർഷം റബ്ബർ സബ്സിഡി സ്കീമിൽ വകയിരുത്തിയ 1000 കോടി രൂപയിൽ 40 കോടി രൂപ മാത്രമാണ് വിതരണം ചെയ്യേണ്ടി വന്നത്. തട്ടുകടയിൽ വെച്ചുണ്ടായ തർക്കത്തിന് പിന്നാലെ വീട്ടിൽ അതിക്രമിച്ചു കയറി വീട്ടുടമയെയും മകനെയും വടികൊണ്ട് മർദ്ദിക്കുകയും മകനെ വാക്കത്തിക്കൊണ്ട് വെട്ടുകയും ചെയ്ത സംഭവത്തിൽ അയൽവാസിയായ യുവാവിനെതിരെ പോലീസ് കേസെടുത്തു. ബ്രഹ്മമംഗലം ചെമ്പാല ഭാഗത്ത് മണലേൽ വീട്ടിൽ ജോസ് മോനെതിരെ തലയോലപ്പറമ്പ് പോലീസ് വധശ്രമത്തിന് കേസ് രജിസ്റ്റർ ചെയ്തു. ബ്രഹ്മമംഗലം ചെമ്പോല ഭാഗത്ത് കരോട്ടുകാലായിൽ വീട്ടിൽ അലൻ ജേക്കബ്, അച്ഛൻ ചാക്കോ എന്നിവർക്കാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച രാത്രി 10 മണിയോടെയാണ് സംഭവം. ചാക്കോയെ മർദ്ദിച്ച ശേഷം വാക്കത്തിക്കൊണ്ട് വെട്ടുന്നതിനിടെ അലൻ്റെ നെറ്റിയിൽ ആഴത്തിൽ മുറിവേൽക്കുകയായിരുന്നു. സാരമായി പരിക്കേറ്റ അലനെ വൈക്കം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. അരയൻകാവിലുള്ള തട്ടുകടയിൽ വെച്ച് തിങ്കളാഴ്ച രാത്രി 9 മണിയോടെയാണ് ജോസ്മോനും അലനുമായും തർക്കമുണ്ടാവുകയും
തുടർന്ന് അവിടെ നിന്ന് പോയതിന് പിന്നാലെ ജോസ് മോഹൻ അലൻ്റെ വീട്ടിൽ അതിക്രമിച്ച് കയറി ആക്രമണം നടത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ഇന്നലെ രാത്രിയിൽ ഏകദേശം 9:30 ഒരു യാതൊരുവിധ പ്രകോപനവും ഇല്ലാണ്ട് എൻ്റെ വീട്ടിലോട്ട് കയറി വന്ന് ജോസ് മോഹൻ എന്ന ആൾ മദ്യലഹരിയിൽ എൻ്റെ വാക്കത്തി കൊണ്ട് തലയ്ക്ക് പരിക്കേൽപ്പിക്കുകയായിരുന്നു. അപ്പോൾ ആളുടെ ബ്രദറും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ എന്നെ പരിക്കേൽപ്പിക്കുന്ന കണ്ട് പിടിച്ചു മാറ്റാൻ വന്ന എൻ്റെ അച്ചാച്ചനെയും അമ്മേനെയും അവർ വടികൊണ്ട് അടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾ നേരെ വൈക്കത്തെ ഹോസ്പിറ്റലിലോട്ടാണ് പോയത്. വൈക്കത്തെ ഹോസ്പിറ്റലിൽ ചെന്ന് തലയ്ക്ക് സ്റ്റിച്ച് ഇടുകയും അവിടുന്ന് നമ്മൾ തലയിലപ്പറമ്പ് പോലീസിൽ പരാതി കൊടുത്തു. അവർ അതനുസരിച്ച് വന്ന് മൊഴി രേഖപ്പെടുത്തിയിട്ട് പോവുകയും ചെയ്തു. കായിക രംഗത്ത് 2500 കോടി രൂപയുടെ പദ്ധതികൾ സർക്കാർ നടപ്പാക്കിയെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ. വെള്ളൂർ ഇറുമ്പയം പെരുന്തട്ട് സ്റ്റേഡിയത്തിൻ്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റിയെടുക്കുന്ന പദ്ധതികളാണ് സർക്കാർ നടപ്പാക്കിയതെന്നും മന്ത്രി പറഞ്ഞു. CK ആശ MLAയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KN സോണിക, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK സന്ധ്യ, അമൽ ഭാസ്കർ, KS സച്ചിൻ ഉൾപ്പെടെയുള്ള ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരും ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ബൈജു വർഗീസ് കുരുക്കൾ, MP ഷരൂഖ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ AJ രജീഷ്, KK സുനിൽകുമാർ, KC ജെയിംസ്, VC ജോഷി, ബിജു മുഴിയിൽ, TV ബേബി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ട്രോഫി കൊണ്ടുവന്ന അതിലെ അവാർഡുകൾ കൊണ്ടുവന്ന ഒട്ടനേകം മഹത് വ്യക്തികളെ ജീവിതത്തിന്റെ ഏറ്റവും ഉയർച്ചയിലേക്ക്, ഇപ്പോൾ വോളിബോളിന്റെ കാര്യം പറയുവാണെങ്കിൽ ഇപ്പോൾ കസ്റ്റംസിൽ തന്നെ ഏറ്റവും ഉയർന്ന ഒരു സ്റ്റാൻഡിൽ നിൽക്കുന്ന മത്സരം ഉൾപ്പെടെയുള്ളവരെയൊക്കെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അപ്പൊ അങ്ങനെ ഞാൻ ഒരു പേര് മാത്രം പറഞ്ഞു എന്ന് നിങ്ങൾ പറയുന്നത് ഞാൻ എല്ലാവരെയും മനസ്സിലോർത്തുകൊണ്ടാണ്. അവരെല്ലാവരും ഈ പരിമിതി. വെള്ളൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് സോണിക, ബഹുമാനപ്പെട്ട അനിൽകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് ഉജ്ജ്വല വിജയം നേടുമെന്ന് KPCC വൈസ് പ്രസിഡന്റ് റോയ് കെ പൗലോസ്. കോൺഗ്രസ് പുറപ്പുഴ മണ്ഡലം ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ഡലം പ്രസിഡന്റ് മാർട്ടിൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അശോകൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലയിൽ നിന്നുള്ള KPCC ഭാരവാഹികൾക്ക് ക്യാമ്പിൽ സ്വീകരണം നൽകി. ഉച്ചയ്ക്ക് 1:30 ആരംഭിച്ച ക്യാമ്പിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് എങ്ങനെ ഒരുങ്ങാം എന്ന വിഷയത്തെ ആസ്പദമാക്കി DCC ജനറൽ സെക്രട്ടറിമാരായ TJ പീറ്റർ, MT അർജുനൻ എന്നിവർ ക്ലാസുകൾ നയിച്ചു. സ്വീകരണ സമ്മേളനത്തിൽ KPCC ജനറൽ സെക്രട്ടറി നിഷ സോമൻ, DCC മെമ്പർ ബോസ് തളിയംചിറ, പഞ്ചായത്ത് പ്രസിഡന്റ് AK ഭാസ്കരൻ, ബ്ലോക്ക് ഭാരവാഹികളായ ജിജി വർഗീസ്, സോമി വട്ടക്കാട്ട്, രാജേശ്വരി ഹരിധരൻ, ജോൺസി മണക്കാട്ട്, മണക്കാട് മണ്ഡലം പ്രസിഡന്റ് സഞ്ജയ് കുമാർ, പഞ്ചായത്ത് മെമ്പർ ആൻസി ജോജോ, DKTF ജില്ലാ സെക്രട്ടറി സാബു വടശ്ശേരി എന്നിവർ ആശംസകൾ നേർന്നു. ക്യാമ്പിൽ 14 വാർഡ് പ്രസിഡന്റുമാരെയും ആദരിച്ചു. ദുരിതം അനുഭവിക്കുന്ന ആളുകളിൽ പെട്ടവരാണ് എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങളും എന്നെനിക്കറിയാം. നമ്മളെ സംബന്ധിച്ച് മുൻകാലങ്ങളിൽ ഇതിന് സമാനമായിട്ടുള്ള ദുരിതങ്ങളൊന്നും ഒരു ഭരണകൂടത്തിൻ്റെ ഭാഗത്തൊന്നും കേരളത്തിലുണ്ടായിട്ടില്ല. ഇന്ന് നമ്മളെ ഏതെല്ലാം തരത്തിൽ ദ്രോഹിക്കാമോ അത് മുഴുവൻ ദ്രോഹിച്ചിട്ടുണ്ട് ഈ 4.5 വർഷത്തിൽ കഴിഞ്ഞ ഈ ഭരണകൂടം. ഏതെല്ലാം നികുതികൾ നമുക്കെതിരെ ചുമത്താൻ കഴിയുമോ അതെല്ലാം ചുമത്തിയിട്ടുണ്ട്. നമുക്ക് പഞ്ചായത്ത് ഇവിടെ നമ്മൾ ഭരിക്കുന്നു. പക്ഷേ നമ്മൾ പഞ്ചായത്ത് ഓഫീസിൽ ചെന്നൊരു വീടിന് പെർമിറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് ഇരുന്നപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ 10 ഇരട്ടി ഫീസ് വർദ്ധിപ്പിച്ചു. നമ്മുടെ പഞ്ചായത്തിൻ്റെ കുഴപ്പമല്ല, ഗവൺമെൻറ് ഉത്തരവാണ്. വില്ലേജ് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ സൗജന്യമായി 5 രൂപയുടെ ഒരു റവന്യൂ സ്റ്റാമ്പ് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുമായിരുന്ന സേവനങ്ങൾക്ക് 250 രൂപ മിനിമമായി. ഒരു സേവനവും ഇന്ന് വില്ലേജ് ഓഫീസിൽ നമുക്ക് സൗജന്യമായിട്ടില്ല. 250 രൂപ കൊടുത്താൽ കിട്ടാത്ത അതിന് മുകളിലേക്കുള്ള ചാർജ് ഫീസ് ഈടാക്കുന്ന സർട്ടിഫിക്കറ്റുകൾ മാത്രമേ ഇന്ന് അവിടെയുള്ളൂ. ഏത് സർട്ടിഫിക്കറ്റുകൾക്ക് നമുക്ക് ഫീസ് ഏർപ്പെടുത്തി. നമ്മുടെ വസ്തുവിൻ്റെ കരം നിങ്ങൾക്കറിയാം. നമ്മുടെയൊക്കെ നാട്ടിലെല്ലാവർക്കുമൊക്കെ കുറേശ്ശെ സ്ഥലമുള്ളവരാണ്. ഉണ്ടായിരുന്നതിൻ്റെ നേരെ ഇരട്ടിയാക്കി.
100 രൂപ കരമുണ്ടായിരുന്ന വസ്തുവിൻ്റെ ഉടമയ്ക്ക് ഈ വർഷം മുതൽ കരമടയ്ക്കാൻ ചെന്നാൽ നേരെ ഇരട്ടിയാണ്. 100% വർധനയാണ്. 100% വർധനയാണ്. നിങ്ങൾ പോയിട്ടുള്ളവർക്കറിയാം. ഈ ഏപ്രിൽ മാസം മുതൽ ചെന്നിട്ടുള്ളവർക്കറിയാം. റോട്ടറി ക്ലബ്ബ് ഓഫ് ഗ്രേറ്റർ ചങ്ങനാശ്ശേരിയുടെ നേതൃത്വത്തിൽ ഗർഭാശയ ക്യാൻസർ നിർണയ പരിശോധന നടത്തുന്നു. ചങ്ങനാശ്ശേരി സഞ്ജീവനി ഹോസ്പിറ്റലിൽ നവംബർ 2 മുതൽ പരിശോധന തുടങ്ങുമെന്ന് ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ പി വിജയകുമാരി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മുൻകൂർ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും പരിശോധന. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പരിപാടിയിൽ രജിസ്ട്രേഷൻ അനുസരിച്ച് മുൻഗണനാ രീതിയിലാണ് പരിശോധന. സ്ത്രീ സുരക്ഷയുടെ ഭാഗമായി റോട്ടറി ജില്ലാ പ്രോജക്റ്റായ ഓപ്പോളിൻ്റെ പദ്ധതി പ്രകാരമാണ് സൗജന്യ മെഡിക്കൽ പരിശോധനയും ഗർഭാശയ ക്യാൻസർ പരിശോധനയും. 200 രൂപ രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ ജനറൽ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് PS ശ്രീധരൻ, ക്ലബ് ട്രഷറർ വർഗീസ് N ആൻ്റണി, അഡ്മിനിസ്ട്രേറ്റീവ് രാജീവ് സെബാസ്റ്റ്യൻ എന്നിവരും പങ്കെടുത്തു. ബ്രസ്റ്റ് ക്യാൻസർ, അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ കണ്ടുവരുന്നത് ഗർഭാശയങ്ങള ക്യാൻസറാണ്, ക്യാൻസർ സെർവിക്സ്. അപ്പോൾ ഇത് വളരെ അപൂർവമായിട്ട് മാത്രമേ നമ്മൾ നേരത്തെ കണ്ടുപിടിക്കാറുള്ളൂ. പലരും ലേറ്റസ്റ്റ് സ്റ്റേജിലാണ് നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ബ്ലീഡിങ് വരും, വൈറ്റ് ഡിസ്ചാർജ്, ചൊറിച്ചിൽ, ബാക്ക് പെയിൻ, മെൻസസിൻ്റെ ഇടവിട്ടുള്ള ബ്ലീഡിങ്, പിന്നെ മെൻസസ് നിന്ന് കഴിഞ്ഞിട്ടുള്ള ബ്ലീഡിങ്, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ സംശയിക്കേണ്ടത്. പക്ഷേ ആൾക്കാർ ഇങ്ങനെയൊക്കെ ഉണ്ടായാൽ പോലും നമ്മളെടുത്ത് പറയത്തില്ല. അവർക്ക് നാണക്കേടാണ്, പെണ്ണുങ്ങളല്ലേ. അവസാനം ഏറ്റവും അങ്ങേ സ്റ്റേജ് എത്തുമ്പോഴാണ് വരുന്നതും കണ്ടുപിടിക്കുന്നതും. അപ്പോഴത്തേക്ക് നമ്മുടെ കൈ വിട്ടുപോകും. ഇതിന് 4 സ്റ്റേജുണ്ട്. സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3, സ്റ്റേജ് 4. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിലൊക്കെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ക്യൂറുണ്ട്, കംപ്ലീറ്റായിട്ട് ക്യൂർ ആക്കാൻ പറ്റും. അങ്ങനെ ആദ്യമേ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ് പാപ്പ് സ്മിയർ ടെസ്റ്റ് അഥവാ സെർവൈക്കൽ സ്മിയർ ടെസ്റ്റ്. ഗർഭാശയത്തിൻ്റെ മുഖപ്പീന്ന് നമ്മൾ ഒരു സ്പെക്കുലർ ഇട്ട് ഒരു സ്പാച്ചില കൊണ്ടൊരു സ്മിയർ എടുക്കുക, പരിശോധിക്കുക. അത് റിസൾട്ട് ഒരു 3-4 ദിവസത്തേക്ക് നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പം വരുന്ന 10 വർഷത്തിനകം അവർക്ക് ക്യാൻസർ വരാൻ സാധ്യതയുണ്ടോ എന്നറിയുന്ന ഒരു ടെസ്റ്റാണ്. പ്രൈം ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.